കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഫാർമസി കോളേജുകളിലെ ബിഫാം പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബിഫാം കോഴ്സിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതിയാണ്. ജൂലൈ 31 വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. ഈ തീയതി പ്രത്യേകം ഓർമ്മിക്കുക. ജൂലൈ 31 വൈകുന്നേരം 4 മണി. രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ഫീസാണ്. 2000 രൂപയാണ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ അടയ്ക്കേണ്ടത് 2000 രൂപയാണ്. SC, ST, OEC പോലെയുള്ള വിഭാഗങ്ങളിലെ കുട്ടികളും വനിതാ ശിശുക്ഷേമ സമിതികളിലെ കുട്ടികളുമൊക്കെ 500 രൂപ അടച്ചാൽ മതി. ഈ 2000 രൂപ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ അവരുടെ ട്യൂഷൻ ഫീസിൽ ഈ 2000 രൂപ കുറവ് വരുത്തും. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഈ 2000 രൂപ റീഫണ്ട് ചെയ്യും. എന്തായാലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ 2000 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട തീയതികളാണ്. അതിൽ താൽക്കാലിക അലോട്ട്മെന്റ് ഓഗസ്റ്റ് 1-നും ഫസ്റ്റ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 2-നും പബ്ലിഷ് ചെയ്യും. അതിനുശേഷം അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അടച്ചതിന് ശേഷം ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് ലഭിച്ചത് അവിടെ പ്രവേശനം നേടണം. ഈ പ്രവേശനം നേടേണ്ട തീയതി ഓഗസ്റ്റ് 3 മുതൽ 5 വരെയാണ്. ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെയുള്ള തീയതികളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജുകളിൽ പ്രവേശനം നേടണം. നാലാമതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെന്റ് ലഭിച്ചാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താം. ഒരുപക്ഷെ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചു, പക്ഷെ അവിടെ നമ്മൾ പ്രവേശനത്തിന് പോകുന്നില്ല, അവിടെ പ്രവേശനം നേടുന്നില്ല എങ്കിൽ, അങ്ങനെ പ്രവേശനം നേടിയില്ല എങ്കിൽ ആ കുട്ടികൾ ഈ രജിസ്ട്രേഷൻ ഓപ്ഷൻ അലോട്ട്മെന്റ് നടപടികളിൽ നിന്ന് കുട്ടികൾ പുറത്താകും. അഞ്ചാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറേയധികം കുട്ടികൾക്ക് അവരുടെ ആപ്ലിക്കേഷനിലെ ചില ന്യൂനതകൾ കാരണം അവരുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കുട്ടികളും ഈ ഘട്ടത്തിൽ ഓപ്ഷൻ നൽകേണ്ടതാണ്. അതിനുശേഷം ജൂലൈ 30-നുള്ളിൽ ഏത് കാരണം കൊണ്ടാണ് അവരുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുള്ളത് ആ പ്രശ്നം അവർ പരിഹരിക്കണം. അതല്ലെങ്കിൽ അവർ അലോട്ട്മെന്റ് നടപടികൾ ഉൾപ്പെടില്ല. പക്ഷെ അവർ ഇപ്പോൾ ഓപ്ഷൻ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ആറാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അഡ്മിഷൻ നേടിയാൽ അടയ്ക്കേണ്ട ഫീസ് സംബന്ധിച്ച വിവരമാണ്. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലെ ബിഫോം കോഴ്സിലേക്കുള്ള ഒരു വർഷത്തെ ഫീസ് 17,370 രൂപയും പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള ഫീസ് അവരുടെ ട്യൂഷൻ ഫീ 1,14,268 രൂപയും സ്പെഷ്യൽ ഫീ 43,848 രൂപയുമാണ്. ഏഴാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആകെ എത്ര കോളേജുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത് എന്നാണ്. സംസ്ഥാനത്തെ ആകെ 62 ഫാർമസി കോളേജുകളിലേക്കുള്ള ബിഫോം കോഴ്സിന്റെ പ്രവേശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 62 കോളേജുകളിൽ 5 ഗവൺമെന്റ് കോളേജുകളും 57 പ്രൈവറ്റ് കോളേജുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 7 കാര്യങ്ങളും ബിഫോം കോഴ്സിന്റെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കണം.